ലാസ്റ്റ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. 15th ചാപ്റ്റർ വേവ്സ്. വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കുളം സങ്കല്പിക്കുക, അതിലേക്കൊരു തെങ്ങ് നിൽക്കുന്നു വളഞ്ഞ്, മനസ്സിലായി? അതുപോലെ ഒരു തേങ്ങ വെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തേങ്ങ ഒന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു അല്ലെ? അപ്പോൾ വെള്ളത്തിന്റെ സർഫസിൽ എന്തുണ്ടാകുന്നു? ഒരു അല ഉണ്ടാകുന്നു അല്ലെ? അപ്പൊ നമ്മളിവിടെ ഒരു തെർമോകോൾ പീസ് വാട്ടർ സർഫസിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ തേങ്ങ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അല ഉണ്ടാവുമ്പോൾ ഈ തെർമോകോൾ പീസ് ഇവിടെ നമ്മുടെ നീണ്ടും. ശരി, ഒരു വേവ് മോഷനാണ്. എന്താണ് വേവ് മോഷൻ? അപ്പൊ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് മാറ്റർ ചേഞ്ച് ഇല്ലാതെ എനർജി, മൊമെന്റം എന്നിവയെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തെ നമുക്ക് വേവ് എന്ന് വിളിക്കും. വേവ് മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫറിംഗ് of energy and momentum from one point to another without any actual transportation of matter between two points. അപ്പോ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ മാറ്ററിന്റെ സ്ഥാനചലനമില്ലാതെ, മാറ്റർ ചേഞ്ച് ചെയ്യാതെ എനർജിനെയും മൊമെന്റത്തിനെയും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനമാണ് എന്ത്? വേവ് എന്ന് വിളിക്കുന്നത്. മെക്കാനിക്കൽ പലതരത്തിലുള്ള വേവ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, മെക്കാനിക്കൽ വേവ്, ഇലക്ട്രിക്കൽ വേവ്, മാഗ്നറ്റിക് വേവ്, ഇങ്ങനെ പറഞ്ഞിട്ട് സെവറൽ ടൈപ്പ് വേവ്സ് ഉണ്ട്. അതിൽ മെക്കാനിക്കൽ വേവിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു. മെക്കാനിക്കൽ വേവിനെ രണ്ടായി തരംതിരിക്കാം: ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടായ വേവ് ട്രാൻസ്വേഴ്സ് വേവാണ്. ഒരു ചരട് പിടിച്ചിട്ട് ഞാൻ ആ ചരടിന്റെ ഒരറ്റത്ത് കെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഈ ചരട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകും അല്ലെ? അതിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. അപ്പോ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് വേവ് ആണ്. അതിലെ പാർട്ടിക്കിളുകൾ സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാണോ വേവ് മൂവ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിളുകൾ സഞ്ചരിക്കുക. ഫോർ എക്സാമ്പിൾ, ചരട് അവിടെ കെട്ടിയിട്ട് നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ചരട് കൂടുതൽ വേവ് ഇങ്ങനെ പോകും. അപ്പൊ വേവിന്റെ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടൊക്കെയാണ്. പക്ഷെ പാർട്ടിക്കിളുകൾ സഞ്ചരിക്കുന്നത് മുകളിലേക്ക്, താഴത്തേക്ക്, മുകളിലേക്ക്, താഴത്തേക്ക്, അങ്ങനെയാണ് അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഇതാണ് ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പാർട്ടിക്കിളുകൾ സഞ്ചരിക്കുന്നത് കാണാൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ. അതുപോലെ താഴത്തേക്ക് പെർപെൻഡിക്കുലർ, മുകളിലേക്ക് പെർപെൻഡിക്കുലർ. കണ്ടാ, ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. കണ്ടാ? അപ്പോ transverse wave is a type of wave in which its particles vibrating perpendicular to the direction of propagation of that wave. വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിളുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ വേവുകളെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചരടിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ട്രാൻസ്വേഴ്സ് ആവും. വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന വാട്ടർ വേവ് ട്രാൻസ്വേഴ്സ് ആണ് അല്ലെ? അപ്പൊ ട്രാൻസ്വേഴ്സ് വേവുകളുടെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ട്രാൻസ്വേഴ്സ് ഒരു ചിത്രമാണ് ഞാനിവിടെ, ഒരു പിക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഉയർച്ചകളും താഴ്ചകളും, ഉയർച്ചകളും താഴ്ചകളും അടങ്ങുന്നതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. ഉയർച്ചയെ നമ്മൾ ക്രസ്റ്റ് എന്നും താഴ്ചയെ നമ്മൾ ട്രഫ് എന്നും വിളിക്കും. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ളതോ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ളതായ അകലമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. പരീക്ഷ വാട്ട് യു മീൻ ബൈ വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഈസ് ദ distance of separation between consecutive അടുത്തടുത്തുള്ള crests or troughs. Crests or troughs, അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ളതോ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ളതായ അകലമാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അടുത്ത വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിലാണ്. ഞാൻ എന്റെ വായിക്കകത്ത് നാവിട്ട് ഇങ്ങനെ അനക്കുന്ന സമയത്ത് ഈ എന്റെ മുന്നിലുള്ള എയർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അങ്ങനെയാണ്. പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പാർട്ടിക്കിളുകൾ സഞ്ചരിക്കുന്നത് ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പാരലൽ ആയിട്ടാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വേവുകളെ എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. അപ്പൊ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വേവ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് എങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു ആ സഞ്ചാര ദിശയ്ക്ക് പാരലൽ ആയിട്ട് അതിന്റെ പാർട്ടിക്കിളുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കും. അപ്പൊ സൗണ്ട് വേവ്സ് എന്തിനാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എക്സാമ്പിൾ ആണ് വൈബ്രേഷൻ ഓഫ് എയർ കോളം ഇൻ ഓർഗൻ പൈപ്സ് അല്ലെ? ഓർഗൻ പൈപ്സിൽ നമ്മുടെ ഈ ഓടക്കുഴൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള
മനസ്സിലായോ? ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന കുഴലുകളിലൊക്കെ എന്താണ് വൈബ്രേഷൻ ഓഫ് എയർ കോളം എന്ത് ടൈപ്പാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ ഇങ്ങനെ എയർ മുന്നിലേക്ക് തള്ളുമ്പോൾ കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും ഉണ്ടാവും. പ്രഷർ കൂടിയ മേഖലയെ കംപ്രഷനും പ്രഷർ കുറഞ്ഞ മേഖലയെ റയർ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ രണ്ട് അടുത്തടുത്തുള്ള കംപ്രഷൻ തമ്മിലുള്ളത്, അടുത്തടുത്തുള്ള രണ്ട് റയർ ഫ്രാക്ഷൻസ് തമ്മിലുള്ള അകലത്തെ നമുക്ക് എന്തെന്ന് രേഖപ്പെടുത്താം വേവ് ലെങ്ത് എന്ന് നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. തെറ്റില്ല. മനസ്സിലാവുന്ന സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിന്റെ സഞ്ചരിക്കുന്ന വേഗതയെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു വലിച്ചു നീട്ടപ്പെട്ട ചരടുമലാണെങ്കിൽ ഒരു വലിച്ചു കെട്ടിയ ചരട് നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു? ട്രാൻസ്വേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് ഓൺ എ സ്ട്രെച്ച് സ്ട്രിംഗ്, ഒരു വലിച്ചു കെട്ടിയ ചരടുമൽ അതിന്റെ സ്പീഡ് v is equal to root of t by m ആണ്. v is equal to root of t by m. അവിടെ t എന്ന് വിളിക്കുന്നത് ടൈം അല്ല, മറിച്ച് ടെൻഷൻ, വലിവ് ബലം. മുന്നേ ഓർക്കുണ്ടാവും, ഡയമെൻഷൻ ഒക്കെ പഠിപ്പിച്ചു. ടി ടെൻഷൻ, വലിവ് ബലം, ടെൻഷണൽ ഫോഴ്സ്. m എന്ന് പറഞ്ഞാൽ വെറും മാസ് അല്ല, ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് മാസ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് ആക്ടിംഗ് പെർ യൂണിറ്റ്. സോളിഡുകളിലാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് v is equal to root of n by rho അല്ലെങ്കിൽ ഈറ്റ ബൈ റോ, അങ്ങനെ n by rho വായിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയറിംഗ് മോഡുലസ് അഥവാ റിജിഡിറ്റി മോഡുലസ്. അപ്പൊ റിജിഡിറ്റി മോഡുലസ് റോ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ്. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കാണാൻ കുറെ സമവാക്യങ്ങളുണ്ട്. അതില് ഒരെണ്ണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലാപ്ലേസസ് കറക്റ്റഡ് ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ്. ന്യൂട്ടനാണ് എന്ത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പുട്ട് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് 100% കറക്റ്റ് ആയിരുന്നില്ല. അത് ലാപ്ലേസ് ആണ് കറക്റ്റ് ചെയ്തത്. ലാപ്ലേസിന്റെ കറക്റ്റഡ് ഇക്വേഷൻ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് v is equal to root of gamma p by rho ആണ്. ഗാമ p by rho. അവിടെ ഗാമ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ. ഗാമ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ അല്ലെ, Cp by Cv. ഈ Cp Cv എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കും അല്ലെ. Cp Cv മനസ്സിലായി. സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം ആണ് Cp യും Cv യഥാക്രമം. Cp by Cv is equal to a constant ആണ് 1.41 ആണ്. P എന്ന് പറഞ്ഞ പ്രഷർ ആണ്, ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് v is equal to root of gamma p by rho ആണ്. ഇനി ലാസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഫ്രീക്വൻസി വേവ്, സ്പീഡും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തമ്മിലുള്ളത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ആവർത്തനങ്ങളുടെ എണ്ണമാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എളുപ്പമാർഗം. ഒരു പ്രാവശ്യം ആവർത്തിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ റെസിപ്രോക്കൽ ഉണ്ടാൽ മതി. ഫ്രീക്വൻസി is equal to 1/t ആണ്. ഫ്രീക്വൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ന്യൂ എന്നാണ്. ന്യൂ is equal to 1/t. അപ്പൊ സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയും. ഇവിടുത്തെ സ്പീഡാണ് സ്പീഡ് ഓഫ് എന്താ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ലെങ്ത് ആണ്, ലെങ്ത് ഡിസ്റ്റൻസ്. ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തിനുള്ള ടൈം പീരീഡ് അല്ലെ. അപ്പോൾ 1/t എന്ന് പറഞ്ഞ ഫ്രീക്വൻസി എഴുതി കൂടെ. അപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ് v is equal to ന്യൂ ലാംഡ. v is equal to ന്യൂ ലാംഡ എന്നുള്ളത് എന്താണ് മറക്കരുത്. വെലോസിറ്റി ഓഫ് വേവ് v is equal to ന്യൂ ലാംഡ. v വെലോസിറ്റി, ന്യൂ ഫ്രീക്വൻസി, ലാംഡ വേവ്. അപ്പൊ ലാംഡയും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ സ്പീഡ് തമ്മിലുള്ള ബന്ധമില്ലേ, v equal to ന്യൂ ലാംഡ. ഓക്കെ. ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഞാൻ ആ ജനലിന്റെ കമ്പിയിൽ ഒരു ചരട് കെട്ടിയിട്ട് ഞാൻ അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു വേവ് നേരെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ. അതാണ് പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റിംഗ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് എന്നൊക്കെ പറയുന്നത്. സഞ്ചരിക്കുന്ന വേവ്. ആ വേവിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഞാനൊരു വേവ് കൂടെ വരച്ചിട്ടുണ്ട്. ആ വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. മനസ്സിലായി. ഇത് ഒറിജിൻ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നത് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ, അങ്ങോട്ടേക്ക് പോകുന്നത് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ. അപ്പൊ ഞാൻ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. ദ വേവ് സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ O ആണെങ്കിൽ ഒരു വേവിന്റെ ഇക്വേഷൻ O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് പോകുന്ന ഒരു ട്രാവലിംഗ് വേവ്, പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ y equal to a sin omega t ആണ്. y equal to a sin omega t. a എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അതിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ആംപ്ലിറ്റ്യൂഡ്. ഏറ്റവും ഉയർന്ന ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓസിലേഷൻ പറഞ്ഞപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒമേഗ ടി എന്ന് വിളിക്കുന്ന പേര് ഫേസ്. ഒമേഗ ടി എന്ന് വിളിക്കുന്ന ഒരു പേര് ഫേസ്. അപ്പൊ ഒരു
ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y is equal to എന്താണ് a sin omega t എന്നാണ്. ഇഫ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം p ആണെങ്കിൽ p എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് വരുന്ന ഒരു ഫേസ് ആണ് ഒമേഗ ടി. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫേസ് ഡിഫറൻസ് അല്ലെ, അപ്പൊ ഒരു ഫേസ് ലാഗ് സംഭവിക്കണം. ഫേസ് ലാഗ് ഫൈ എന്ന് പറയുന്ന ഒരു ഫേസിന്റെ വ്യത്യാസം, ഒരു ലാഗ് കുറവാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പിയിൽ നിന്ന് പോകുന്ന ആ ഒരു പോയിന്റിന്റെ അവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്ന വേവ് ആണെങ്കിൽ y is equal to a sin omega t minus phi എന്നായിരിക്കും അല്ലെ. അപ്പൊ ഒറിജിനിൽ നിന്ന് പോകുന്നത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ y equal to എന്താണ് a sin omega t. p എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫൈ എന്ന് വിളിക്കുന്ന ഒരു ഫേസ് ലാഗ് അനുഭവപ്പെടുന്നുവെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ y equal to എന്താണ് a sin ബ്രാക്കറ്റിൽ ഫേസ് ഒമേഗ ടി ആയിരുന്നു ഫൈ കുറയണം, ഫേസ് ലാഗ് ആകുമ്പോൾ കുറയ്ക്കണം. അപ്പൊ ഒമേഗ ടി മൈനസ് ഫൈ. ലാംഡ ഡിസ്റ്റൻസിന് ഫേസ് 2π ആണ്. ലാംഡ ഡിസ്റ്റൻസിന് ഫേസ് 2π. അപ്പൊ യൂണിറ്റ് ഡിസ്റ്റൻസിന് ഫേസ് എത്രയായിരിക്കും? 2π ബൈ ലാംഡ അല്ലെ. 10 മാങ്ങയ്ക്ക് 20 രൂപയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എത്രയാണ്? 20/10. അപ്പൊ 5 മാങ്ങയ്ക്ക് എത്രയാണ്? ഇൻറ്റു 5. അതേപോലെ ലാംഡ ഡിസ്റ്റൻസിന് ഫേസ് 2π, അപ്പോൾ എക്സ് യൂണിറ്റ് ഡിസ്റ്റൻസിന് എത്രയാണ്? 2π ബൈ ലാംഡ. അപ്പൊ എക്സ് ഡിസ്റ്റൻസിന് എത്രയാണ്? കാരണം പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് വരുന്നത്. അപ്പൊ എക്സ് ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന ഫേസ് അവര് ഫൈ എന്നാണ് അവരവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫൈ ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് ചെയ്യും. അപ്പൊ നമുക്ക് ഫൈന്റെ സ്ഥാനത്ത് ഫേസ് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. y ഈക്വൽ ടു a sin omega t മൈനസ് ഫൈന്റെ സ്ഥാനത്ത് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ y is equal to a sin ഒമേഗയ്ക്ക് പകരം 2π ബൈ t മുന്നേ പരിചയപ്പെടുത്തിയുള്ള ഒമേഗയ്ക്ക് പകരം 2π ബൈ ക്യാപിറ്റൽ t, ഇത് ടൈം സ്മോൾ t, ഇത് ടൈം പീരീഡ് ക്യാപിറ്റൽ t മൈനസ് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. ഇതിൽ ഞാൻ 2π ബൈ ലാംഡ പുറത്തേക്ക് എടുത്താൽ y is equal to a sin 2π ബൈ ലാംഡ. ഇവിടെ 2π ബൈ t യോളൂ, പുറത്തേക്ക് എടുത്തുള്ള 2π ബൈ ലാംഡയാണ് അല്ല. പുറരാടിയിൽ ഒരു ലാംഡ കൂടുതലായിട്ടുണ്ട്, അപ്പൊ അത് മുകളിൽ ലാംഡയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലാംഡ വെട്ടി വരുത്തിട്ട് 2π ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി വരും അല്ലെ. അപ്പൊ 2π ബൈ ലാംഡ പുറത്തേക്ക് എടുത്തപ്പോ 2π ഇവിടെ ഉണ്ടായിരുന്നത് പുറത്തേക്ക് പോകുന്നു അല്ലെ. ലാംഡ ഇല്ലാത്തത് ഇവിടെ കൊടുത്തു. അപ്പൊ ലാംഡ ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി മൈനസ് ഇവിടുത്തെ 2π ബൈ ലാംഡ പുറത്തേക്ക് പോയില്ല. അപ്പൊ എക്സ് മാത്രം മതി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 2π ബൈ ലാംഡനെ ഇവര് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കാണിക്കാറുണ്ട്. അപ്പൊ ചില പുസ്തകത്തിൽ ഇങ്ങനെയാണ് സമവാക്യം കാണാം. ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin omega t minus kx അല്ലെങ്കിൽ kx minus omega t എന്ന രൂപത്തിലൊക്കെ കാണാറുണ്ട്. അപ്പൊ k എന്ന് പറഞ്ഞാൽ 2π ബൈ ലാംഡയ്ക്ക് ഈക്വലന്റ് ആണ്. 2π ബൈ ലാംഡയ്ക്ക് ഈക്വലന്റ് ആണ് k. അപ്പോൾ y is equal to a sin 2π ബൈ ലാംഡ ഇൻറ്റു 2π ബൈ ലാംഡ ഇൻറ്റു ഇനി ലാംഡ ബൈ t. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം v is equal to nu ലാംഡ അല്ലെ. അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് 1/t ആണ്. അപ്പോൾ 1/t ഇൻറ്റു ലാംഡ. അപ്പൊ ലാംഡ ബൈ ടി അല്ലെ. അതിൽ നിന്ന് ഈ ലാംഡ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ v ബൈ ലാംഡ ഈക്വൽ ടു 1/t. അപ്പോൾ 1/t യുടെ സ്ഥാനത്ത് v ബൈ ലാംഡ എന്ന് വരും. 1/t യുടെ സ്ഥാനത്ത് v ബൈ ലാംഡ. ലാംഡ ബൈ ടി ലഭിച്ചു. അപ്പോൾ vt മൈനസ് എക്സ് എന്നല്ലേ വരും. അപ്പോൾ പ്രോഗ്രസീവ് വേവ് ഇക്വേഷൻ y is equal to a sin 2π ബൈ ലാംഡ ഇൻറ്റു vt മൈനസ് എക്സ്. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്, ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഒറിജിനിൽ നിന്ന് പോകുന്ന പാർട്ടിക്കിളിന്റെ പ്രോഗ്രസീവ് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് y equal to a sin omega t. ഇവിടെ x ഡിസ്റ്റൻസ് അകലെ p എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഫേസ് ലാഗ് ഫൈ ഉണ്ടാവും. അപ്പോ a sin omega t മൈനസ് ഫൈ. അപ്പൊ ഫൈ എന്ന് പറയുന്നത് എത്രയാണ്? 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് ആണ്. അത് കണ്ടുപിടിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ലാംഡ ഡിസ്റ്റൻസിന് ഫേസ് 2π, അപ്പൊ യൂണിറ്റ് ഡിസ്റ്റൻസിന് 2π ബൈ ലാംഡ. അപ്പോൾ x ഡിസ്റ്റൻസിന് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. അപ്പോൾ ഫൈന്റെ സ്ഥാനത്ത് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. ഒമേഗയ്ക്ക് വരെ 2π ബൈ ടി എന്ന് കൊടുത്തു. ഇനി 2π ബൈ ലാംഡ പൊതുവായിട്ട് പുറത്തേക്ക് എടുത്ത് ഇവിടെ ലാംഡ ഇല്ലാത്തതുകൊണ്ട് ലാംഡ ബൈ ടി ഇൻറ്റു സ്മോൾ ടി മൈനസ് ഇവിടെ എക്സ് മാത്രം അല്ലെ. ഇനി ലാംഡ ബൈ ടിക്ക് പകരം എന്താ? വി ബൈ ലാംഡ എന്ന് എഴുതാം. ലാംഡ ബൈ ടിക്ക് പകരം എന്താ എഴുതാം? ലാംഡ ബൈ ടിക്ക് പകരം എന്താ എഴുതാം? വി ബൈ ലാംഡ. ശ്രദ്ധിക്കുക, ഇതാണ് v equal to nu ലാംഡ. ന്യൂന് പകരം 1/t. അപ്പൊ v equal to എന്താ? ലാംഡ ബൈ ടി. അപ്പൊ 1/t പകരം v ബൈ ലാംഡ. അത് കൊടുത്തു. 1/t പകരം v ബൈ ലാംഡ. ലാംഡ വെട്ടി പോയി. അപ്പോൾ y is equal to എന്ത് വരും? a sin 2π ബൈ ലാംഡ ഇൻറ്റു vt മൈനസ് എക്സ്. along നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ vt മൈനസ് എക്സിന് പകരം vt പ്ലസ് എക്സ് എന്നാണ്. അപ്പൊ നമുക്ക് പൊതുവെ സമവാക്യത്തെ എങ്ങനെ വിളിക്കാം? പ്രോഗ്രസീവ് ഇക്വേഷൻ y is equal to a sin 2π ബൈ ലാംഡ ഇൻറ്റു vt പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് വിളിക്കും. പ്ലസ് ഓർ മൈനസ് എക്സ്
അല്ലെ? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ വി ടി മൈനസ് എക്സ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ വി ടി പ്ലസ് എക്സ്. വളരെ പ്രധാനപ്പെട്ടാണ്, 3 മാർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. കെ എന്ന് പറയുന്നത് 2π/λ, ഒമേഗ എന്ന് പറയുന്നത് 2π/T. ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്റ്റേഷനറി വേവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വേവ് ഉണ്ട്. ഒരു വേവ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അതേപോലത്തെ ഒരു വേവ് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവര് 2 റിജിഡ് ബൗണ്ടറിക്കുള്ളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വേവിന്റെ പേരാണ് സ്റ്റേഷനറി വേവ് അഥവാ സ്റ്റാൻഡിംഗ് വേവ്. ടു ഈക്വൽ വേവ്സ് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് മിക്സ്ഡ് ഗീവ്സ് സ്റ്റേഷനറി വേവ് ഓർ സ്റ്റാൻഡിംഗ് വേവ്. 2 തുല്യമായിട്ടുള്ള വേവുകൾ ഒരു 2 റിജിഡ് ബൗണ്ടറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേവാണ് സ്റ്റേഷനറി വേവ്. കാരണം ഇത് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റേഷനറി വേവ് അഥവാ സ്റ്റാൻഡിംഗ് വേവ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ സ്റ്റേഷനറി വേവില് ഉണ്ടാകുന്ന പോയിന്റുകളുടെ പേരുകൾ ശ്രദ്ധിക്കുക. മിനിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റുകൾ വിളിക്കുന്ന പേരാണ് നോഡ്. നോഡ്സ് ആർ ദ മിനിമം ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻസ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷൻസ് വിളിക്കുന്ന പേരാണ് ആന്റി നോഡ്. അപ്പൊ നോഡുകളും ആന്റി നോഡുകളും അടങ്ങിയതാണ് സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേഷനറി വേവ്സിൽ നോഡുകളും ആന്റി നോഡുകളും മിനിമം ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ് 1, 2, 3 അല്ലെ? ഇതാണ് നോഡുകൾ. മനസ്സിലായി? ആന്റി നോഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്തടുത്തുള്ള 2 ആന്റി നോഡുകൾ തമ്മിലുള്ളതോ അടുത്തടുത്തുള്ള 2 നോഡുകൾ തമ്മിലുള്ളതോ ആയ അകലമാണ് λ/2. അടുത്തടുത്തുള്ള 2 നോഡുകൾ തമ്മിലോ അടുത്തടുത്തുള്ള 2 ആന്റി നോഡുകൾ തമ്മിലുള്ളതായ അകലം λ അല്ല λ/2. മറ്റോടത്ത് ക്രസ്റ്റ് തൊട്ടടുത്തുള്ള ക്രസ്റ്റ് തമ്മിൽ ലാംഡയായിരുന്നു ഒരു വേവ്. മനസ്സിലായി? പക്ഷെ സ്റ്റേഷനറി വേവില് അടുത്തടുത്തുള്ള ആന്റി നോഡുകൾ അടുത്തടുത്തുള്ള നോഡുകൾ തമ്മിലുള്ള അകലം λ/2 ആണ്. ഒരു നോഡും ആന്റി നോഡും തൊട്ടടുത്തുള്ള ആന്റി നോഡും തമ്മിലുള്ള അകലം, ഒരു നോഡും ഒരു ആന്റി നോഡും തമ്മിലുള്ള തൊട്ടടുത്തുള്ള അകലം, ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള തൊട്ടടുത്തുള്ള അകലം λ/2ന്റെ പകുതി ആയിരിക്കും. അപ്പൊ λ/2/2 അപ്പൊ λ/4 ആയിരിക്കും. ഓർത്ത് വയ്ക്കുക സ്റ്റേഷനറി വേവ്. ഓർത്ത് വയ്ക്കുക സ്റ്റേഷനറി ഇക്വേഷൻ ഓഫ് സ്റ്റേഷനറി വേവ്. പ്രോഗ്രസീവ് വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y = a sin 2π/λ × vt - x ആണ്. അപ്പൊ സ്റ്റേഷനറി വേവ് ഉണ്ടാവണമെങ്കിൽ ഒരു വേവ് ഇങ്ങോട്ട് സഞ്ചരിക്കണം, അവിടെ നിന്ന് ഒരു വേവ് ഇങ്ങോട്ട് സഞ്ചരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നതാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ അയാൾ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് y1 എന്ന് വിളിക്കാം. എന്താ വരിക? a sin 2π/λ × vt - x. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് 2 മാറ്റങ്ങളാണ്. അവിടെ നിന്ന് അത് സൂചിപ്പിക്കാൻ നെഗറ്റീവ് കിട്ടും. ഇങ്ങോട്ട് അപ്പൊ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ vt + x അല്ലെ? അപ്പൊ y2 = അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വേവ് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് y2 = -a sin 2π/λ × vt + x അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണത് a sin 2π/λ × vt - x. ഇനി ഇവിടെ നിന്ന് അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് കിട്ടും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരുന്നു vt + x കിട്ടും അല്ലെ? -a sin 2π/λ × vt + x. അപ്പോ സ്റ്റേഷനറി വേവിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ പോലെ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റുകളുടെ ആകെ തുകയായിരിക്കും റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. അപ്പോ y = y1 + y2. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടാം അല്ലെ? a sin 2π/λ × vt - x പ്ലസ് -a sin 2π/λ × vt + x. ഇത് ഇവിടെ നിന്ന് കൊടുത്തോളം വരെയുള്ളത് c ആയിട്ട് സങ്കല്പിക്കുക, ഇവിടെ നിന്ന് കൊടുത്തോളം വരെയുള്ളത് d ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ a കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക sin c - sin d എന്നുള്ള കോൺസെപ്റ്റ് ആണ്. sin c - sin d ന്റെ ഉത്തരം 2 cos c + d/2 sin c - d/2. അപ്പൊ അത് ശ്രദ്ധിച്ച് ഈ സമവാക്യ പ്രകാരം ചെയ്യാം. c എന്ന് വിളിക്കുന്നത് ഇവിടെ നിന്ന് കൊടുത്തോളം വരെ. അപ്പൊ ഈ 2π/λ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ മനസ്സിലായി? എന്നിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഉത്തരം എന്താ വരിക? y = a പൊതുവായി പുറത്തേക്ക് എടുത്തു 2 അല്ലെ? cos കിട്ടു അല്ലെ? എന്താ വരുന്നത്? c. അപ്പൊ 2π/λ × vt 2π/λ × vt പിന്നെ -2πx/λ. ഇനി c + d. അപ്പൊ d വരുമ്പോ ഇത് വരും 2π/λ × vt + 2πx/λ all divided by 2. അപ്പൊ ഇവിടെ -2πx/λ + 2πx/λ ക്യാൻസൽ ആയി പോയി. 2πvt/λ 2πvt/λ 2 times 2πvt/λ/2 വരുമ്പോൾ 2 get cancelled. അതായത് 4πvt/λ 4 ക്യാൻസൽ ആയി പോയി അല്ലെ? അപ്പോൾ എന്ത് വരും? cos 2πvt/λ 2πvt/λ. ഇനി പറഞ്ഞിട്ടാണ് sin c - d. അപ്പൊ c അതേപോലെ തന്നെ നിലനിൽക്കും. മൈനസ് വരുമ്പോൾ ചിഹ്നം മാറ്റി വെക്കണം.
അല്ലെ? അപ്പോൾ ആരാണ് ഗെറ്റ് ക്യാൻസൽ ആവുക? മൈനസ് 2 പൈ വി ടി ബൈ ലാംഡ പ്ലസ് 2 പൈ വി ടി ബൈ ലാംഡ ക്യാൻസൽ ചെയ്തു. ഇവിടെ മൈനസ് 2 പൈ എക്സ് ബൈ ലാംഡ, ഇവിടെ മൈനസ് 2 പൈ എക്സ് ബൈ ലാംഡ, അപ്പൊ മൈനസ് 4 പൈ എക്സ് ബൈ ലാംഡ ബൈ 2. അപ്പൊ ഈ 2 4 ക്യാൻസൽ ആയി പോകുമ്പോ മൈനസ് 2 പൈ എക്സ് ബൈ ലാംഡ. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ ഈ നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ y is equal to ഈ 2 കൊണ്ട് കടത്തി എഴുതി കഴിഞ്ഞാൽ മൈനസ് 2a cos 2 പൈ വി ടി ബൈ ലാംഡ സൈൻ 2 പൈ എക്സ് ബൈ ലാംഡ. എഴുതി പഠിക്കണം, അപ്പോഴത് മനസ്സിലാവും. വാക്ക് കേൾക്കുമ്പോൾ കുറെ 2 പൈ വി ടി ബൈ ലാംഡ 2 പൈ എക്സ് ബൈ ലാംഡ എന്നൊക്കെ കാണും. നിങ്ങൾ എഴുതി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇതിൽ എഴുതി കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടത്തോളം വരെ സി, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സങ്കല്പിക്കുക. ഇവിടെ തൊട്ട് ഇവിടത്തോളം വരെ ഡി അല്ലെ. എന്നിട്ട് മാത്തമാറ്റിക്കൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഉണ്ട്. സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 cos സി പ്ലസ് ഡി ഓൾ ഡിവൈഡ് ബൈ 2 സൈൻ സി മൈനസ് ഡി ഓൾ ഡിവൈഡ് ബൈ 2. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സ്റ്റേഷനറി ഇക്വേഷൻ ആണ്. y is equal to മൈനസ് 2a cos 2 പൈ വി ടി ബൈ ലാംഡ സൈൻ 2 പൈ എക്സ് ബൈ ലാംഡ. അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കണം. രണ്ടു തരം പൈപ്പുകളെ കുറിച്ച് പഠിക്കണം. ഈ പുല്ലാങ്കോഴിലൊക്കെ ഉണ്ടല്ലോ, ഓടക്കോഴിൽ ഫ്രൂട്ട് അല്ലെ, അത് ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് അല്ലെ. പുല്ലാങ്കോഴിൽ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഓപ്പൺ പൈപ്പ് ആയിരിക്കും. ഓപ്പൺ പൈപ്പ് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഏറ്റവും ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്, ഒരൊറ്റ അടഞ്ഞതും ഒരൊറ്റ തുറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ്. രണ്ടറ്റം അടഞ്ഞാലും ഒരൊറ്റ മാത്രം അടഞ്ഞിരിക്കുന്ന പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, അതിനെ ഫണ്ടമെന്റൽ മോഡ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ക്ലോസ്ഡ് പൈപ്പ് എടുത്ത് ഒരൊറ്റ അടഞ്ഞത് ഒരൊറ്റ തുറന്നത്. അടഞ്ഞ അഗ്രങ്ങളിൽ നോഡും തുറന്ന അഗ്രങ്ങളിൽ ആന്റി നോഡും ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് മോഡിൽ ഒരു നോഡും ഒരു ആന്റി നോഡും വരുന്നത് അല്ലെ. ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള അകലം എത്രയാണ്? ലാംഡ ബൈ 4 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ലെങ്ത് ലാംഡ ബൈ 4 വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ L ഈക്വൽ ടു ലാംഡ ബൈ 4, ലാംഡ ഈക്വൽ ടു 4. നമുക്ക് ഫ്രീക്വൻസി കണ്ടെത്തുന്നത് V ഈക്വൽ ടു ന്യൂ ലാംഡ, അപ്പൊ ന്യൂ ഈക്വൽ ടു V ബൈ ലാംഡ. അപ്പൊ ലാംഡയുടെ സ്ഥാനത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ഈക്വൽ ടു V ബൈ 4. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടി. സെക്കൻഡ് മോഡിന് സെക്കൻഡ് ഹാർമോണിക് എന്നൊക്കെ പറയും. സെക്കൻഡ് ഹാർമോണിക് മനസ്സിലായി. ആവർത്തനങ്ങളുടെ എണ്ണമാണ് ഓവർടോൺ. അപ്പൊ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഫസ്റ്റ് ഓവർടോൺ ആയിട്ട് വരും. മനസ്സിലായി. ഫണ്ടമെന്റൽ മോഡാണ് ഫസ്റ്റ് ഹാർമോണിക്. ഫസ്റ്റ് മോഡിനാണ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് മോഡിനെ വിളിക്കുന്ന പേര് സെക്കൻഡ് ഹാർമോണിക് ആണ്. അത് ഫസ്റ്റത്തെ ആവർത്തനമാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ. അത് ഫസ്റ്റ് ഓവർടോൺ. ഹാർമോണിക് നമുക്ക് നോക്കാം എത്രാമത്തെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡ് മോഡിന് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ആവർത്തനമാണ്, അതുകൊണ്ട് ഓവർടോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഒരു നോഡും ആന്റിനോഡും വീണ്ടും റിപ്പീറ്റേഷന്റെ ഒരു നോഡും ഒരു ആന്റിനോഡും കൂടെ വരും. അപ്പൊ ഇവിടെ നോഡ് മുതൽ ആന്റിനോഡ് വരെ 1, നോഡ് മുതൽ ആന്റിനോഡ് വരെ 2, നോഡ് മുതൽ ആന്റിനോഡ് വരെ എന്താണ് 3 അല്ലെ. നോഡ് ടു ആന്റിനോഡ് 1, ഇനി അവിടുന്ന് അടുത്ത നോഡ് വരെ 2, അടുത്ത ആന്റിനോഡ് വരെ 3, അങ്ങനെ 3 പീസുകൾ. അപ്പൊ ലെങ്ത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? 3 ലാംഡ ബൈ 4 വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ലാംഡ ഈക്വൽ ടു 4l ബൈ 3. അപ്പൊ V ഈക്വൽ ടു ന്യൂ ലാംഡ, ന്യൂ ഈക്വൽ ടു V ബൈ ലാംഡ വരുമ്പോൾ ലാംഡയുടെ സ്ഥാനത്ത് 4l ബൈ 3. 3 വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 3V ബൈ 4l. അപ്പൊ V ബൈ 4l കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളില്ലേ, പിന്നെ മൂന്നാമത്തെ വരുന്നത് 3V ബൈ 4l. 3V ബൈ 4l ആണ് വരുന്നത്. നമുക്ക് അടുത്ത മോഡ് നോക്കാം. തേർഡ് മോഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓവർടോൺ, അടുത്ത ആവർത്തനമാണ്. അപ്പൊ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ വരച്ചു. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ 1 2 3 4 5 അല്ലെ. നോഡുകൾ ആന്റിനോഡുകൾ 5 ടൈംസ് ഉണ്ട്. അപ്പൊ 5 ലാംഡ ബൈ 4. അപ്പൊ L ഈക്വൽ ടു 5 ലാംഡ ബൈ 4, ലാംഡ ഈക്വൽ ടു 4l ബൈ 5, V ഈക്വൽ ടു ന്യൂ ലാംഡ, ന്യൂ ഈക്വൽ ടു V ബൈ ലാംഡ. അപ്പൊ V ഡിവൈഡ് ബൈ 4l ബൈ 5. അപ്പൊ ന്യൂ ഈക്വൽ ടു 5 into V ബൈ 4. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ക്ലോസ്ഡ് പൈപ്പ് വരുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V ബൈ 4l ആണ്. പിന്നെ അതിന്റെ 1 3 5 7 9 മൾട്ടിപ്പിൾസ് ആണ്. ഒന്നിടവിട്ടുള്ള ഓഡ് മൾട്ടിപ്പിളുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായി. കംപ്ലീറ്റ് മൾട്ടിപ്പിൾസ് ഇല്ല. അപ്പൊ ഈ ഫ്രീക്വൻസി കൊടുക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പൊ ഓടക്കോലും എടുത്തു കഴിഞ്ഞാൽ 1ൽ ഇപ്പൊ V ബൈ 4l ശബ്ദം കേട്ട പിന്നെ അടുത്ത ഡിസ്റ്റൻസ് 3V ബൈ 4l എത്തും, പിന്നെ 5V ബൈ 4l. അപ്പൊ ഈ കുറവ് ശബ്ദങ്ങളെ ക്ലോസ്ഡ് പൈപ്പിലുണ്ടാവും. മനസ്സിലായി. ഇനി ഓപ്പൺ പൈപ്പ് വരുമ്പോൾ നമുക്ക് ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പോകത്തില്ല, അപ്പുറം തുറന്നിരിക്കുന്ന പൈപ്പാണ് അല്ലെ. ഇതിന്റെ ഫസ്റ്റ് മോഡ് അഥവാ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടാനുള്ള വൈബ്രേഷൻ ആണ് ഫസ്റ്റ് മോഡ് അഥവാ ഫസ്റ്റ് ഹാർമോണിക്. രണ്ടറ്റം തുറന്നാണ്. തുറന്നോടത്ത് എന്താണ്ടാവും? മാഷ് പറഞ്ഞ് ആന്റിനോഡ്. എന്താ ഉണ്ടാവുക? ആന്റിനോഡ്. അപ്പൊ ഇവിടെ തെറ്റിന്റെ മാർക്ക് ആന്റിനോഡ്. മനസ്സിലായി.
ഏറ്റവും ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നോഡ്. അപ്പൊ ആന്റി നോഡുകൾ തമ്മിലുള്ള λ/2 ആണ്. അപ്പൊ L equal to λ/2, λ equal to 2L. അപ്പൊ V equal to nu λ, nu equal to V/λ. അപ്പൊ V/2L. അപ്പൊ ഇവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L ആണ്. ഇവിടെ ക്ലോസ്ഡ് പൈപ്പിൽ V/4L ആണ്. മനസ്സിലായി? സെക്കൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ പറയാ, ഇവിടെ ആന്റി നോഡ് അല്ലെ, ഇവിടെ ആന്റി നോഡ്, ഇവിടെ ആന്റി നോഡ് അല്ലെ. അപ്പൊ ആന്റി നോഡ് λ/2, ആന്റി നോഡ് λ/2, രണ്ട് പ്രാവശ്യം λ/2. അപ്പൊ L is equal to 2 times λ/2. അപ്പൊ λ equal to 2L/2. 2 വെട്ടി കളയാനുണ്ടോ കാര്യം. V equal to nu λ, അപ്പോൾ nu equal to V/λ. അപ്പൊ nu equal to V/2L/2. അപ്പൊ nu equal to 2 into V/2L. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഓപ്പൺ പൈപ്പ് വരുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L, അടുത്ത മൾട്ടിപ്പിൾ 2V/2L. കണ്ട, V/2L അടുത്ത മൾട്ടിപ്പിൾ ഉണ്ട്, രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, ഇങ്ങനെ എല്ലാ മൾട്ടിപ്പിൾസ് ഉണ്ട്. അപ്പൊ ചെറിയ ലെങ്ത്തിനകത്ത് കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഓടക്കൂടി ഉണ്ടാക്കുന്ന ഏത് പൈപ്പാണ് നല്ലത്? ഓപ്പൺ പൈപ്പാണോ ക്ലോസ്ഡ് പൈപ്പാണോ നല്ലത്? ഓപ്പൺ പൈപ്പാണ്. തേർഡ് മോഡ് കൂടെ നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? അപ്പൊ എന്താണത്? ആന്റി നോഡ്, ആന്റി നോഡ്, ആന്റി നോഡ്, ആന്റി നോഡ്. അപ്പൊ എത്ര വരുന്നത്? ആന്റി നോഡ് 1, ആന്റി നോഡ് 2, ആന്റി നോഡ് 3. അപ്പൊ L equal to 3 λ/2. അപ്പൊ λ equal to 12/3. അപ്പൊ V equal to nu λ. അപ്പൊ nu equal to V/λ. അപ്പൊ V/12/3. അപ്പൊ 3 മോഡിലേക്കുള്ളതല്ലേ. അപ്പോൾ ഫ്രീക്വൻസി nu is equal to മൂന്നാമത്തെ മോഡിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 3 into V/12. അപ്പൊ ഓപ്പൺ പൈപ്പ് വരുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/12 ആണ്. അപ്പൊ എല്ലാ മോഡുകളും ഇവിടെ പ്രസന്റ് ആണ്. മനസ്സിലായി? എല്ലാ ഹാർമോണിക്കുകളും പ്രസന്റ് ആണ്. അതായത് V/12, 2V/12, 3V/12, 4V/12, 5V/12, ഇങ്ങനെ പോകും. അതിനുവേണ്ടി ക്ലോസ്ഡ് പൈപ്പ് ആണല്ലോ. V/4L, V/4L, 3V/4L, 5V/4L, 7V/4L, അങ്ങനെയാണ് പോകും. അവിടെ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രം. അപ്പോൾ ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ പൈപ്പ് എടുക്കോ ക്ലോസ്ഡ് പൈപ്പ് എടുക്കോ? നിങ്ങൾ എന്ത് പൈപ്പ് എടുക്കണം? ഓപ്പൺ പൈപ്പ് എടുക്കുമ്പോഴാണ് ചെറിയ ലെങ്ത്തിനകത്ത് കൂടുതൽ ശബ്ദങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ.